തലസ്ഥാനത്തെ നവരാത്രി ആഘോഷങ്ങൾക്കായി പത്മനാഭപുരത്തു നിന്നുമുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്ത് ശനിയാഴ്ച രാവിലെ ആരംഭിച്ചു. ഘോഷയാത്രയിൽ സംഗമിക്കാൻ ശുചീന്ദ്രം 300 വിഗ്രഹത്തെ പത്മനാഭപുരത്ത് വെള്ളിയാഴ്ച വൈകിട്ട് എഴുന്നള്ളിച്ചു. ശുചീന്ദ്രത്തെ ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം 9:20 300 പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. പല്ലക്കിൽ എഴുന്നള്ളിയ ദേവിക്ക് കേരള തമിഴ്നാട് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. ശുചീന്ദ്രം സ്ഥാണുമാല ക്ഷേത്രത്തെ വലം വച്ചാണ് യാത്ര തിരിച്ചത്. വൈകിട്ടോടെ പത്മനാഭപുരത്ത് എത്തി. പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ ശനിയാഴ്ച രാവിലെ 7:30 ഉടവാൾ കൈമാറ്റം നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് 300 വേളിമല കുമാരസ്വാമിയുടെയും അകമ്പടിയോടെ സരസ്വതി ദേവി തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളി. തീയതി ശനിയാഴ്ച രാത്രി കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കി പൂജ നടത്തും. 21 ഞായറാഴ്ച രാവിലെ കുഴിത്തുറയിൽ നിന്നും തിരിച്ച് ഉച്ചയ്ക്ക് കളിയിക്കാവിളയിൽ വിഗ്രഹങ്ങൾക്ക് സ്വീകരണം നൽകും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. ഇന്നു കാണുന്ന രീതിയിൽ ക്രമപ്പെടുത്തിയ ശേഷം നടക്കുന്ന 186ാമത് വിഗ്രഹ ഘോഷയാത്രയ്ക്കാണ് തുടക്കമാകുന്നത്. സ്വാതി തിരുനാളിന്റെ നിർദ്ദേശാനുസരണം 1839 മുതലാണ് ഘോഷയാത്രയ്ക്ക് ഈ ചിട്ടയും സൗന്ദര്യവും ഉണ്ടായത്. വിദ്യയുടെയും സുകുമാര കലകളുടെയും പൂജയ്ക്ക് സരസ്വതി ദേവി, ആയുധ പൂജയ്ക്ക് ദേവസേനാധിപനായ മുരുകൻ, ശക്തി പൂജയ്ക്ക് 300 ഇതായിരുന്നു നവരാത്രി പൂജയുടെ ദേവസങ്കല്പം. നവരാത്രി സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചതും സ്വാതി തിരുനാളാണ്. 12ാം നൂറ്റാണ്ടിൽ വള്ളിയൂർ രാജാവിന്റെ സദസ്യനായിരുന്ന മഹാകവി കമ്പർ പൂജിച്ചിരുന്ന സരസ്വതി വിഗ്രഹമാണ് നവരാത്രി മണ്ഡപത്തിലെത്തിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ വേണാട്ടിലെ കുലശേഖര പെരുമാളിന് വിഗ്രഹം കൈമാറി. കുലശേഖര പെരുമാൾ ഈ വിഗ്രഹം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കോയിക്കൽ കൊട്ടാരത്തെ ഇന്ന് കാണുന്ന പത്മനാഭപുരം കൊട്ടാരമായി പുതുക്കിപ്പണിതത്. കൊട്ടാരത്തിന്റെ കിഴക്കു ഭാഗത്തുള്ള തേവാരക്കെട്ടിൽ അദ്ദേഹം വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അക്കാലത്ത് നവരാത്രി ആഘോഷങ്ങൾ പത്മനാഭപുരത്തായിരുന്നു. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയ കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജാവ് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോഴും ആ പതിവ് മാറിയില്ല. 1788, 1789, 1791, 1804 വർഷങ്ങളിൽ ഈ വിഗ്രഹം മാവേലിക്കര കൊട്ടാരത്തിലേക്ക് നവരാത്രി കാലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു തവണ ഹരിപ്പാട് കൊട്ടാരത്തിലും പൂജിച്ചു. കുമാരസ്വാമിയുടെ വെള്ളിക്കുതിര
വേലുത്തമ്പി ദളവയുടെ അമ്മ കാണിക്ക വച്ചതാണ് കുമാരസ്വാമിയെ എഴുന്നള്ളിക്കുന്ന വെള്ളിക്കുതിര. വിഗ്രഹ ഘോഷയാത്ര പുറപ്പെടും മുമ്പ് വെള്ളിക്കുതിരയെ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ആചാരപരമായി കൊണ്ടുവരും. കരമന ആവടിയമ്മൻ ശിവക്ഷേത്രത്തിലെത്തുമ്പോൾ പട്ടുതുണി മാറ്റി അലങ്കരിക്കും. പല്ലക്കിൽ എഴുന്നള്ളിച്ചെത്തിക്കുന്ന വേളിമല മുരുകന്റെ വിഗ്രഹത്തെ അവിടെ വച്ച് വെള്ളിക്കുതിര പുറത്തേറ്റും. പൂജപ്പുര എഴുന്നള്ളത്ത്. വിജയദശമി ദിവസം പൂജ ഇളക്കി കഴിഞ്ഞാൽ ആര്യശാലയിൽ നിന്ന് കുമാരസ്വാമിയുടെ വിഗ്രഹം വെള്ളിക്കുതിരപ്പുറത്ത് പൂജപ്പുര മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. രാജഭരണകാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുമായിരുന്നു. അവിടെ പ്രത്യേക പൂജകൾക്ക് ശേഷം രാജകുടുംബാംഗങ്ങളും മഹാരാജാവും ആയുധാഭ്യാസം നടത്തിയിരുന്നു. ചൊൽക്കട്ട് മണ്ഡപത്തിലെ സംഗീതോത്സവം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് കരുവേലപ്പുര മാളിക. കരുവലകം മാളിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂറിന്റെ ട്രഷറിയായിരുന്നു അത്. അതിന്റെ താഴത്തെ നിലയിലെ ചൊക്കട്ട മണ്ഡപത്തിലാണ് സരസ്വതി വിഗ്രഹം പൂജിക്കുന്നത്. നൃത്തം അരങ്ങേറിയിരുന്ന ചൊൽക്കട്ട് മണ്ഡപം ലോപിച്ചതാണ് ചൊക്കട്ട മണ്ഡപം. ഇവിടെ പകിടശാലയിൽ ദിവസവും വൈകിട്ട് 6 മുതൽ 8:30 വരെയാണ് സംഗീതോത്സവം.